ആരാണ് ആ ഒരു ഡെവിൽ? ആ ഒരു ഡെവിൽ എന്ന് പറയുന്നത് WWE ക്യാരക്ടർ ഒന്നുമല്ല, AEW ഒരു ക്യാരക്ടറാണ്. ആ ഒരു ഡെവിൽ അല്ലെങ്കിൽ ആ ഒരു മാസ്കിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന താരം ആരാണെന്ന് ഇതുവരെ പുറത്തേക്ക് വന്നില്ല. എന്തായാലും അത് നാളെ പുറത്തേക്ക് വരും. ഡിസംബർ 30 നടക്കാൻ പോകുന്ന വേൾഡ്സ് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ ആ ഒരു ഡെവിൽ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ആ ഒരു ഡെവിൽ ആരാണെന്ന് അറിയാം. AEW വേൾഡ്സ് എന്ന് പറയുന്ന പേപ്പർ വ്യൂ കാണാൻ, അതായത് ലൈവായിട്ട് കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ, അതായത് TV യിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. ആ ഒരു മാസ്കിന്റെ പിറകിലെ വ്യക്തി എന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് ഗോൾഡ്ബർഗിന്റെ അതുപോലെ തന്നെ ഡോഫ് സിഗ്ലറിന്റെ പേരാണ്. എനിക്ക് തോന്നുന്നില്ല അവർ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമെന്ന്. എനിക്ക് തോന്നുന്നു മറ്റാരെങ്കിലും ആയിരിക്കുമെന്നത്. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ AEW അങ്ങനെ കാണാറില്ല, അതുകൊണ്ട് ഇത് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈനെ കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. എന്തായാലും ഞാൻ ഈ ഒരു അപ്ഡേറ്റ് കണ്ടു, അതുകൊണ്ട് നിങ്ങളോട് പങ്കുവെച്ചതേ ഉള്ളൂ. അതായത് ഡെവിൽ എന്ന് പറയുന്ന ക്യാരക്ടർ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും TV യിലൊക്കെ ഇടയ്ക്കൊക്കെ, അതായത് AEW ഒക്കെ വെച്ച് വരുമ്പോൾ. സോ ആ ഒരു ക്യാരക്ടർ ആരാണെന്ന് നാളെ റിവീൽ ആവും. സോ ഒരു സർപ്രൈസ് എലമെൻറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങളോട് പങ്കുവെച്ചതേ ഉള്ളൂ. സോ വേണ്ടവർക്ക് നാളെ പോയി കാണാൻ സാധിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നറോട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റ് ആണ്. അതായത് ബ്രോക്ക് ലെസ്നർ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും റസൽമേനിയ അല്ലെങ്കിൽ റസൽമേനിയയുടെ അടുത്തൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. റോയൽ റംബിൾ റിട്ടേൺ ആകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ്. അതായത് റോയൽ റംബിൾ റിട്ടേൺ ചെയ്ത് വെറുതെ അദ്ദേഹത്തിന് എലിമിനേറ്റ് ചെയ്ത് പുറത്താക്കുന്നതിനെക്കാട്ട് റസൽമേനിയ 1-2 ആഴ്ച മുന്നേയുള്ളപ്പോൾ റസൽമേനിയയിൽ അദ്ദേഹം ആരെയും നേരിടുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ചാൻസുകൾ എന്ന് പറയുന്നത് ഗന്ധർ അദ്ദേഹത്തിൻ്റെ പേര് പലയിടത്തും ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതായത് മെൻഷൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. സോ ഔട്ട്സൈഡിൽ തന്നെ ഇപ്പോൾ WWE ഒരു സ്റ്റോറി ലൈൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. സോ ചിലപ്പോൾ സാധ്യതകൾ ഇപ്പോൾ ഗന്ധറിന് തന്നെയാണ്. അത് ഗന്ധർ ബ്രോക്ക് ലെസ്നർ മാച്ചിലാണ് സാധ്യതകൾ കൂടുതലെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നർ IC ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പോകുമോ എന്നുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ബ്രോക്ക് ലെസ്നർ ഒരു വേറെ ലെവൽ സൂപ്പർ സ്റ്റാറാണ്. IC ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മിഡ് കാർഡ് ചാമ്പ്യൻഷിപ്പാണ്, അതൊരു പ്രസ്റ്റീജിയസ് ചാമ്പ്യൻഷിപ്പാണ്. എങ്കിലും ബ്രോക്ക് ലെസ്നറിനെ പോലൊരു റെസ്ലർ IC ചാമ്പ്യൻഷിപ്പിന് പോകുമോ എന്നുള്ള കാര്യം വലിയൊരു സംശയം തന്നെ. സോ ഗന്ധർ ഇപ്പോൾ ബ്രോക്ക് ലെസ്നറുമായിട്ട് ആ ഒരു ചാമ്പ്യൻഷിപ്പ് പരാജയപ്പെട്ടിട്ട് മാച്ചിന് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇപ്പോഴത്തെ ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു മാച്ച് അല്ലെങ്കിൽ റസൽമേനിയയിലെ സാധ്യതകൾ എന്ന് പറയുന്നത് ഗന്ധർ വേഴ്സസ് ബ്രോക്ക് ലെസ്നർ മാച്ചിന് തന്നെയാണ്. എന്തായാലും പെട്ടെന്ന് മാറാനുള്ള സാധ്യതകളും ഉണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബെയിലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആണ്. അതായത് ബെയിലി 2020 ശേഷം ഒരു ലോക്കൽ ഇവൻറ്റ്സ്, അതായത് ഒരു ലൈവ് ഇവൻറ്റ്സ് പോലും വിജയിച്ചിട്ടില്ല. സോ അതൊരു വല്ലാത്ത ഡിസപ്പോയിൻറ്റിങ് കണക്ക് തന്നെയാണ്. ബെയിലി പോലെ ഇത്ര കഴിവുള്ള ഒരു സൂപ്പർ സ്റ്റാർ തുടർച്ചയായിട്ട് ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ട് വരുന്നു. ഞാൻ നേരത്തെ ഇവരുടെ ഒരു സ്റ്റാറ്റ് പറഞ്ഞിരുന്നു, അതായത് ബെയിലിയുടെ ഒരു സ്റ്റാറ്റ് പറഞ്ഞിരുന്നു. അതായത് 72 മത്സരങ്ങളിൽ നിന്ന് ഏതാണ്ട് 7 മത്സരങ്ങൾ മാത്രമേ 2023 ബെയിലി വിജയിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഈ ഒരു കടക്കൂട് വന്നിരിക്കുകയാണ്. അതായത് 2020 ശേഷം ഒരു ലൈവ് ഇവൻറ്റിൽ പോലും ബെയിലി ജയിച്ചിട്ടില്ല എന്നുള്ളത്. എന്തായാലും ഇത് ബെയിലി ഫാൻസിന് വല്ലാത്ത ഡിസപ്പോയിൻറ്റിങ് അപ്ഡേറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ബെയിലി ഫാൻസ് ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു ഫീമെയിൽ സൂപ്പർ സ്റ്റാർസിന് ഫാൻസ് കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഏതൊക്കെ ഫീമെയിൽ സൂപ്പർ സ്റ്റാറിൻ്റെ ഫാനാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ കാണുന്നവരെല്ലാം വെറുതെ അറിഞ്ഞിരിക്കാനാണ്. കാരണം എല്ലാവരും സൂപ്പർ സ്റ്റാർസിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ, ഞാൻ അയാളുടെ ഫാനാണ്, ഇവരുടെ ഫാനാണെന്നൊക്കെ. പക്ഷേ ഫീമെയിൽ സൂപ്പർ സ്റ്റാർസിൻ്റെ പേര് പറയുന്നത് വളരെയധികം കുറവാണ്. സോ നിങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കാണുന്നവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. ഇനി അടുത്ത അപ്ഡേറ്റ് ഷോൺ സ്പിയർ എന്ന് തന്നെയാണോ അത് AEW വിളിക്കുന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. എന്തായാലും ഷോൺ സ്പിയർ എന്ന് തന്നെ പറയാം. എന്തായാലും അദ്ദേഹത്തെ WWE വിളിക്കുന്ന പേര് എനിക്ക് എന്തായാലും അറിയാം, അത് ടൈ ഡിലഞ്ചറാണ്. അതിനൊരു നിക് നെയിം കൂടി ഉണ്ട്, പെർഫെക്റ്റ്. എന്തായാലും അത് ഇതിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടാകാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതായത് 2024 തുടക്കത്തോടെ അത് ഇതിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടാകും. സോ ഇവിടെ വലിയൊരു സാധ്യത തുറന്നു വരുന്നുണ്ട്. അതായത് റോയൽ റംബിളിലേക്ക് അല്ലെങ്കിൽ WWE അദ്ദേഹത്തിന് റിട്ടേൺ. അദ്ദേഹത്തിൻ്റെ ഒരു റോയൽ റംബിൾ എൻട്രൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം പെർഫെക്റ്റ് ആണെന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. ഇതിൻ്റെ ആ ഒരു തീം സോങ് അങ്ങനെയാണ് തുടങ്ങുന്നത്. സോ അദ്ദേഹം റോയൽ റംബിളിൻ്റെ ഒരു 10ാം നമ്പർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ ഒരു പാടിട്ടുണ്ട് വരുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏത് റോയൽ റംബിളാണ് കറക്റ്റ് ഓർമ്മയില്ല, ഏതോ റോയൽ റംബിൾ. ഈ റോയൽ റംബിൾ ആണ് എന്നറിയുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ അദ്ദേഹം ഈ ഒരു റോയൽ റംബിൾ ആ ഒരു 10ാം നമ്പറിൽ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. പെർഫെക്റ്റ് 10 തന്നെയായിരിക്കും ഒരു 10ാം നമ്പറിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ. സോ നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ അതിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്നു. തുടർച്ചയായിട്ട് പല സൂപ്പർ സ്റ്റാർസിൻ്റെ കോൺട്രാക്റ്റുകൾ AEW അവസാനിക്കാൻ പോകുന്നു. നമുക്ക് കണ്ടു തന്നെ അറിയണം ആരൊക്കെ എപ്പോഴൊക്കെ റോയൽ റംബിളിലാണോ അത് കഴിഞ്ഞാണോ എങ്ങനെയൊക്കെ വരുമെന്നൊക്കെ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ റിട്ടേണിൻ്റെ ചാകരിയാണ്. എന്തായാലും ബ്രോൺ സ്ട്രോമിൻ്റെ റിട്ടേൺ ഇപ്പോൾ WWE പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മിക്കവാറും റോയൽ റംബിൾ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചിലപ്പോൾ റോയൽ റംബിൾ അല്ലെങ്കിൽ റോയൽ റംബിൾ കഴിഞ്ഞുള്ള സ്മാക്ക് ഡൗണിൽ അദ്ദേഹം റിട്ടേൺ ചെയ്യുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന്, അതായത് റോയൽ റംബിൾ അല്ലെങ്കിൽ അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രോൺ സ്ട്രോമിൻ്റെ റിട്ടേണും കാണാൻ സാധിക്കും. എന്തായാലും പ്ലാനുകൾ റോയൽ റംബിളിലേക്കാണ്. ഒരുപക്ഷെ ചിലപ്പോൾ റോയൽ റംബിൾ വന്നില്ലെങ്കിൽ സാധ്യതകൾ നെക്സ്റ്റ് സ്മാക്ക് ഡൗൺ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്ത അപ്ഡേറ്റ് ദ സ്കെൽറ്റിക് വാരിയർ ഷേമസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് മൈ ഫേവറേറ്റ് സൂപ്പർ സ്റ്റാർ ഷേമസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ഷേമസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബാഡായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അതായത് ഇത് അപ്ഡേറ്റ് ഒന്നും പറയാൻ സാധിക്കില്ല. അതായത് സിസാറോ പറഞ്ഞൊരു കാര്യമാണ്. അതായത് അടുത്ത ഇനി AEWക്ക് വരാൻ പോകുന്ന ബിഗ് നെയിം എന്ന് പറയുന്നത് ഷേമസ് എന്നാണ് ഇപ്പോൾ സിസാറോ പറഞ്ഞിരിക്കുന്നത്. ഇത് സിസാറോ ഒരു ഇൻ്റർവ്യൂവിലാണ് പറയുന്നത്. എന്തായാലും സിസാറോ പോലെ ഒരു സൂപ്പർ സ്റ്റാർ പറഞ്ഞാൽ നമുക്കത് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം സിസാറോയും ഷേമസും നല്ല ഫ്രണ്ട്സാണ്. ആ ഒരു ബാർ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു WWE തന്നെ ഏറ്റവും മികച്ചൊരു ടാഗ് ടീമായിരുന്നു. 5 ടാഗ് ടീം ടൈറ്റിൽസൊക്കെ അവരുടെ കയ്യിലുണ്ട്. സോ അതായത് 1-2 വർഷം
ശേഷം മാത്രമേ ഒരു ടാഗ് ടീം വർക്ക് ചെയ്തുള്ളൂ. എന്നിട്ട് പോലും 5 ടാഗ് ടീംസ് അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു ടാഗ് ടീം അത്ര ഇഷ്ടമല്ലായിരുന്നു. കാരണം എനിക്കൊന്ന് ഷേമസ് ഒരു ഇൻഡിവിജ്വൽ സൂപ്പർ സ്റ്റാറായിട്ട് വർക്ക് ചെയ്തതായിരുന്നു ഇഷ്ടം. പക്ഷേ ആ ഒരു ടാഗ് ടീം 5 ടൈറ്റിൽസ് നേടി. അതെനിക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. ബാർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ടാഗ് ടീമായിട്ട് മാറിയിരിക്കുകയാണ്. 5 ടാഗ് ടീം ടൈറ്റിൽസ് ഒക്കെ നേടാന്ന് പറയുന്നത് ഒരു വലിയ നമുക്കറിയാം. പല വമ്പൻ പെർഫോമൻസ് നടത്തിക്കൊണ്ട് NXT നിന്ന് പല ടാഗ് ടീം വന്നിരുന്നു. അതുപോലെ മറ്റ് ഷോകളിൽ നിന്നൊക്കെ പല ടാഗ് ടീംസും വന്നിരുന്നു. പലരും ടാഗ് ടീംസായി മാറിയിരുന്നു. അവർക്കൊന്നും ഈ ഒരു 5 വട്ടം ടാഗ് ടീം ടൈറ്റിൽസ് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് ടീമുകൾക്ക് മാത്രമേ 5 ടാഗ് ടീം ടൈറ്റിൽസ് ഒക്കെ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ 5 കൂടി ടൈറ്റിൽസ് ഒക്കെ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അതെനിക്കൊന്ന് ന്യൂ ഡേ, യൂസോസ്, അതുപോലെ തന്നെ എനിക്കൊന്ന് ഡെഡ്ലി ബോയ്സ്, അവരൊക്കെ അത് ഹാർഡി ബോയ്സ്, ഇവരൊക്കെ 5ലധികം ടൈറ്റിൽ നേടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു ലെവലിലെത്തിയൊരു ടാഗ് ടീമാണ് ഇത് ബാർസ് എന്ന് പറയുന്നത്. സോ ഇനിയും AEW നമുക്കൊരു ബാർസ് കാണാൻ സാധിക്കും. അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം ഷേമസ് AEWയിലേക്ക് പോകുമോ എന്ന്. എന്തായാലും എഡ്ജ് പോകുമെന്ന് നമ്മൾ ആരും തന്നെ വിചാരിച്ചിരുന്നില്ല. എഡ്ജ് പോയി. സോ ഇപ്പോൾ ഷേമസും പോകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സിസോറോ പറയുന്നത് ഷേമസ് AEWയിലേക്ക് വരുമെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഷേമസ് WWE വിട്ട് പോകുന്നു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെലീന വേഗയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. അത് സെലീന വേഗ WWE മൾട്ടി ഇയർ കോൺട്രാക്ട് സൈൻ ചെയ്തെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് നമുക്കറിയാം സെലീന വേഗ വളരെ മികച്ചൊരു സൂപ്പർ സ്റ്റാറാണ്. നമുക്ക് അവരെ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സൂപ്പർ സ്റ്റാറായിട്ടോ, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഫാക്ടറായിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ സ്റ്റാർസിൻ്റെ മാനേജറായിട്ടോ, ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഇത്ര രീതി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെ WWE വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എന്തായാലും നല്ലൊരു കാര്യമാണ്. മൾട്ടി ഇയർ കോൺട്രാക്റ്റാണ്. മൾട്ടി ഇയർ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ കുറഞ്ഞൊരു 3 വർഷമെങ്കിലും കാണും. അതിൽ 3 വർഷത്തെ അതായത് 3-5 വർഷം കാണും. മിക്കവാറും ഒരു 3 വർഷത്തേക്കായിരിക്കും സെലീന വേഗ സൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് LA Knightമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് ഇന്നലെ പുറത്തുനിന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു. അതായത് LA Knightനെ WWE റിലീസ് ചെയ്തെന്ന്. അതിനുള്ള കാരണമായിട്ട് പറഞ്ഞു കേട്ടിരുന്നത് LA Knight WWEയുടെ ഹെൽത്ത് പോളിസി വയലേറ്റ് ചെയ്തതാണ്. എന്തായാലും അത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും സത്യമാണെന്ന് വിചാരിച്ചു. എന്തായാലും അതൊരു ഫേക്ക് റൂമറായിരുന്നു. LA Knight ഒന്നും WWE റിലീസ് ചെയ്തിട്ടേ ഇല്ല. സോ ഇത് ഇന്നലെ വളരെ വലിയൊരു ആശയക്കുഴപ്പം തന്നെ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതായത് WWEയുടെ പേജ് വരെ അതുപോലെ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും കണ്ട് ഞെട്ടിപ്പോയി. ശരിക്കും റിലീസായെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഹെൽത്ത് പോളിസി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അത് വിശ്വസിച്ച് പോകും. സോ LA Knight റിലീസ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. അത് പക്കാ ഫേക്കാണെന്നാണ്. എന്തായാലും ഇനി ആരും അത് വിശ്വസിക്കേണ്ട, അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ എത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.